നമസ്കാരം. ചാനൽ 91 കെയർ ക്ലിനിക്കിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മോടൊപ്പം നാഗാർജുന ആയുർവേദിക് സെന്റർ സ്ത്രീരോഗ വിഭാഗം മേധാവി ഡോക്ടർ രേഖ എസ് ഉണ്ട്. നമസ്കാരം. നമസ്തേ. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം ഗർഭിണി ചര്യയാണ്. ഗർഭിണികൾക്ക് വേണ്ടിയുള്ള ഒരു എപ്പിസോഡാണെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. എന്താണ് ഗർഭിണി ചര്യ കൊണ്ട് ഒരു പ്രഥമ നമ്മൾ ഉദ്ദേശിക്കുന്നത്? നമ്മുടെ ഈ ഗർഭിണി ചര്യ എന്ന് പറയുമ്പോൾ നമ്മുടെ ഏറ്റവും വലിയ സ്വത്ത് എന്ന് പറയുന്ന കൊട്ടാരങ്ങളോ കോടികളോ എന്ന് നമ്മൾ പറഞ്ഞാൽ അതിനേക്കാൾ അമൂല്യമാണ് ഈ നമ്മുടെ കുഞ്ഞുങ്ങൾ, അല്ലെ? ഈ ഗർഭാവസ്ഥ എന്ന് പറയുന്നത് ഒരു സ്ത്രീയുടെ ഏറ്റവും വലിയ ഒരു ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു മൈൽ സ്റ്റോൺ ആണ്. ഈ ആകാംക്ഷയോട് പ്രതീക്ഷയോട് നടക്കുന്ന ഒരു ട്രാവലിംഗ് ജേർണി എന്ന് പറയാം, അല്ലെ? ഈ ഒരു ഗർഭിണി ചര്യ എന്ന് പറയുന്നത് ആയുർവേദത്തില് വിശദമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതില് ഒരു സ്ത്രീയുടെ ബീജകോശം എന്ന് പറയുന്നത് ആ സ്ത്രീയുടെ സ്വഭാവവും രൂപങ്ങളും കൂടിയ ഒരു ഭാഗമാണ്. അതുപോലെ തന്നെ ഒരു പുരുഷന്റെയും അതേപോലെ തന്നെ ഇതിൽ സ്വഭാവങ്ങളായിരിക്കാം, രോഗങ്ങളായിരിക്കാം, ദുശ്ശീലങ്ങളായിരിക്കാം, എന്ത് വേണമെങ്കിലാവാം. എല്ലാത്തിന്റെ ഒരു സമഗ്ര കൂട്ടാണ്. അതേപോലെ ഈ ദുശ്ശീലങ്ങൾ മാറ്റിട്ട് രോഗങ്ങൾ മാറ്റിട്ട് അതിന്റെ ചികിത്സയെ കൊടുത്തിട്ട് നല്ല ഗർഭധാരണയ്ക്ക് ആവശ്യമുള്ള ചികിത്സയും ആയുർവേദത്തിൽ പറഞ്ഞിട്ടുണ്ട്. സ്ത്രീ പുരുഷ ബീജ കോശ സംയോജിച്ച് ഒരു ഏകകോശ ജീവിയായിട്ട് മാറുന്നതാണ് ഒരു ഭ്രൂണം. ഈ ഭ്രൂണം ഏതാണ്ട് 270 ദിവസത്തോട് ഒരു മനുഷ്യജീവിയായിട്ട് മാറും. അത്ര സങ്കീർണമായ ഘട്ടത്തിലേക്കാണ് അമ്മയും കുഞ്ഞും കടന്നു പോകുന്നത്. ആ സമയത്ത് അമ്മയ്ക്കും ആ കുഞ്ഞിനും നല്ല ആരോഗ്യകരമായ പരിചരണ ആവശ്യമാണ്. അതുണ്ടെങ്കിലേ പ്രസവകാലത്ത് അമ്മയുടെ കുഞ്ഞിയുടെ ആരോഗ്യം നിലനിൽക്കുന്നു. തീർച്ചയായും. ഇപ്പം ഡോക്ടർ നേരത്തെ പറഞ്ഞു കുഞ്ഞുങ്ങൾ എന്ന് പറയുന്നത് ഏറ്റവും അമൂല്യമായ ഒന്ന് തന്നെയാണ്. തീർച്ചയായും കുഞ്ഞുങ്ങൾ നമ്മുടെ മുൻപിലേക്ക് എത്തുന്ന ഒരു നിമിഷം വരെയുള്ളത് തീർച്ചയായും ഒരു ഗർഭിണിക്ക് നമ്മൾ നല്ല രീതിയിൽ തന്നെ പരിചരിക്കേണ്ടത് അത്യന്താപേക്ഷിതം തന്നെയാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു ഒരു ഗർഭിണിയെ സംബന്ധിച്ച് ആദ്യ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്ന ഒന്ന് തന്നെയാണെന്ന് തോന്നുന്നു, അല്ലെ? എങ്ങനെയാണ് അതിന്റെ ഒരു പരിരക്ഷയുടെ ആ ഒരു ഘട്ടങ്ങൾ എന്ന് പറയുന്നത്? നമുക്കിപ്പോ ഈ 270 ദിവസങ്ങളിൽ 3 ഘട്ടമായിട്ട് തിരിക്കാം. അതിൽ ഒരു ഫസ്റ്റ് ട്രൈമിസ്റ്റർ എന്ന് പറയുന്നത് 3 മാസം, സെക്കൻഡ് ട്രൈമിസ്റ്റർ എന്ന് പറയുന്നത് 6ാമത്തെ മാസം, തേർഡ് ട്രൈമിസ്റ്റർ എന്ന് പറയുന്നത് 9ാമത്തെ മാസം. ഫസ്റ്റ് ട്രൈമിസ്റ്ററിൽ പൊതുവെ ഗർഭിണിക്ക് ഒരു ഛർദിയുടെ ഒരു നോഷ്യ ഫീലിംഗ് ഉണ്ടാവാം, ക്ഷീണം ഉണ്ടാവാം, അരുചി ഉണ്ടാവാം, ഒരു ടേസ്റ്റ് ഇല്ലായ്മ ഉണ്ടാവാം, വിശപ്പ് കൂടുതലോ കുറഞ്ഞൊക്കെ ഉണ്ടാവാം. ഇതിനെ അനുസരിച്ചിട്ടുള്ള ആഹാരം കഴിക്കണം. ഛർദിയാണ്, വിശപ്പില്ലായ്മ എന്ന് വിചാരിച്ചിട്ട് ആഹാരം കഴിക്കാതിരിക്കരുത്. അതുകൊണ്ട് ക്ഷീണം കൂടിക്കൊണ്ടിരിക്കുന്നു. ആ സമയത്ത് ആവശ്യത്തിന് റെസ്റ്റ് എടുക്കണം, ആവശ്യത്തിന് നല്ല ക്വാളിറ്റിയുള്ള ആഹാരം കഴിക്കണം. അങ്ങനെ മുന്നോട്ട് പോകാവുന്നതാണ്. രണ്ടാമത്തെ ട്രൈമിസ്റ്റർ എന്ന് പറയുമ്പോൾ 3 to 6 months ആണ്. ഈ സമയത്ത് ശരീരത്തിന്റെ ആ ഒരു ഛർദി സ്വഭാവവും ക്ഷീണവും കുറേശ്ശൊക്കെ മാറും. വയറിന്റെ വലുപ്പവും കൂടും. ദേഹത്തിന്റെ ആരോഗ്യം കുറച്ചുകൂടി മെച്ചപ്പെടാൻ ചാൻസ് ഉണ്ട്. ദേഹത്തിന്റെ വെയിറ്റും കൂടാൻ ചാൻസ് ഉണ്ട്. കൂടേണ്ടതാണ്. ഈ സമയത്ത് നമ്മൾ റുട്ടീൻ ആക്ടിവിറ്റീസ്, ദൈനംദിന ആക്ടിവിറ്റീസ് കുറേശ്ശൊക്കെ ആരോഗ്യം അനുസരിച്ചിട്ട് ചെയ്യാവുന്നതാണ്. കുറച്ച് ചെറിയ ചെറിയ യാത്രകൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അതേ സമയത്ത് നേരത്തെ പറഞ്ഞ പോലെ ആഹാരവും ഔഷധവും പഥ്യമായിട്ട് തന്നെ മുന്നോട്ട് പോകേണ്ടതാണ്. ഇനി അടുത്തത് മൂന്നാമത്തെ ട്രൈമിസ്റ്ററിൽ ഘട്ടം എന്ന് പറയുന്നത് 6 to 9th month ആണ്. ഈ സമയത്ത് പൊതുവെ ആരോഗ്യം വലിയ കുഴപ്പമില്ലാണ്ടിരിക്കും. പക്ഷെ ആ സമയത്ത് എണ്ണ തേച്ച് കുളിക്കാനാണ് ആയുർവേദ ശാസ്ത്രത്തിൽ പറയുന്നത്. ഇതെന്താന്ന് വെച്ചാൽ നമ്മുടെ മാംസപേശികൾക്ക് ഒരു ബലം തരാനും പിന്നെ പ്രസവത്തിനെ സഹായിക്കാനാണ് എണ്ണ തേച്ച് കുളിക്കുന്നത്. അതിന് നമുക്ക് ഒരു ആയുർവേദ വൈദ്യ ഒരു നിർദ്ദേശത്തില് നമുക്ക് എണ്ണ തേച്ച് ഏത് എണ്ണ വേണ്ടത് നോക്കിയിട്ടൊക്കെ എണ്ണ തേച്ച് ചെറിയ ഇളം ചൂടുവെള്ളത്തിൽ കുളിക്കാം. ഈ 3 ഘട്ടത്തിലും ആഹാരക്രമവും ഔഷധവും സമയത്ത് കഴിക്കാവുന്നതാണ്. ആ ഒരു പഥ്യം നോക്കേണ്ടതാണ്. അതേപോലെ ഗർഭിണിയുടെ ഉള്ളിൽ കുഞ്ഞ് ഉള്ളത് കൊണ്ട് ഈ ഗർഭാവസ്ഥയിൽ യാതൊരു മാനസിക ആഘാതവും ശാരീരിക കഠിനാധ്വാനവും ചെയ്യാതിരിക്കേണ്ടതാണ്. എന്തിനാന്ന് വെച്ചാൽ ഇതൊരു നമുക്ക് എത്ര ആരോഗ്യം ഉണ്ടെന്ന് പറഞ്ഞാലും ചിലപ്പോൾ ഒരു ചെറിയ ഒരു ഹെവി വർക്ക് ആയിരിക്കാം ഒരു ആഘാതം ഉണ്ടാക്കുന്നത്. ഈ സമയത്ത് വരുന്ന മിസ്കാരേജും അബോർഷൻസും ഒന്നും ഈ ഒരു സ്ത്രീക്ക് മറക്കാൻ പറ്റാത്ത ഒരു ഷോക്ക് എന്ന് പറയുന്നത്. അതുകൊണ്ട് 9 മാസം വരെ സൂക്ഷിച്ച് തന്നെ എനിക്ക് ആരോഗ്യം നോക്കണം. ഔഷധവും ചികിത്സയിലൂടെ തന്നെ മുന്നോട്ട് പോകേണ്ടതാണ്. അത് വീട്ടിലുള്ള ആൾക്കാരും അതനുസരിച്ച് തന്നെ സപ്പോർട്ട് ചെയ്യേണ്ടതാണ്.
ഒരു കുഞ്ഞിനെ നോക്കുന്നത് പോലെ തന്നെ അമ്മയെ അമ്മയെ നോക്കണം. അതെ അതെ. പക്ഷെ പല ജോബുള്ള സ്ത്രീകള്, ജോബിന് പോകുന്ന സ്ത്രീകള് കുറെ കോംപ്രമൈസ് ചെയ്യേണ്ട അവസ്ഥയാണ് ഇപ്പോഴത്തെ കാലത്തിൽ. 9 മാസം നമുക്കൊന്നും വീട്ടില് റെസ്റ്റ് എടുക്കാനൊന്നും യാതൊരു പോസിബിലിറ്റി ഉണ്ടാവില്ല. നമ്മൾ പലരെയും സമൂഹത്തിൽ കാണുന്നത്. അതെ. ആ സമയത്ത് യാത്രകൾ കുറയ്ക്കുക, ആവശ്യമില്ലാത്ത യാത്രകൾ കുറയ്ക്കുക, ആഹാരത്തിൽ പറ്റ നോക്കിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോവുക. ഏതെങ്കിലും അസുഖം തോന്നിയാൽ ചില സമയത്ത് ഇപ്പൊ ഫസ്റ്റ് ട്രൈമിസ്റ്ററിൽ ഒരു ചെറിയ സ്പോട്ടിങ് പലപ്പോഴും വരാറുണ്ട്. അത് മിക്കവാറും ഒരു ബ്ലീഡിങ് അബോർഷൻ അല്ലായിരിക്കാം, പക്ഷെ അത് ഇംപ്ലാന്റേഷൻ ബ്ലീഡിങ് ആയിരിക്കാം. ഇംപ്ലാന്റ് ആവുമ്പോൾ വരുന്ന ചെറിയ ഒരു സ്പോട്ടിങ് ആയിരിക്കാം. പക്ഷെ അത് ഒരു കെയർലെസ് ചെയ്യാണ്ട് തന്നെ ഡോക്ടറെ കാണിക്കുന്നത് തന്നെ നല്ലതാണ്. അത് കൺഫേം ചെയ്യണം, അത് തന്നെയാണോ എന്ന് നോക്കണം, എന്താണ് പ്രശ്നം നോക്കണം. പിന്നെ സമയങ്ങളിൽ സ്കാനിങ്ങും ഔഷധങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോയാൽ തന്നെ ഗർഭിണിയും കുഞ്ഞിയും ആരോഗ്യപരമായിരിക്കും. എനിക്ക് തോന്നുന്നു നമ്മൾ ഈ ഗർഭിണി എന്ന് പറയുന്ന ആ അവസ്ഥയ്ക്ക് മുൻപ് തന്നെ ഒരുങ്ങേണ്ടതുണ്ടെന്ന് തോന്നുന്നു. മാനസികമായും ശാരീരികമായും ഒക്കെ ഒരുങ്ങേണ്ടതായ ഒരു ക്രമമുണ്ടല്ലോ. അതായത് ഇപ്പം ആക്സിഡന്റൽ പ്രഗ്നൻസി എന്നൊക്കെ നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട്. അപ്പൊ അതിനും നമ്മൾ എല്ലാത്തിനും ഒരുങ്ങുന്നവരാണ്. അപ്പൊ അതിനും കൂടെ ഈ ഒരു പ്രഗ്നൻസിക്കും കൂടെ തീർച്ചയായും നല്ലൊരു മുന്നൊരുക്കം ആവശ്യമാണെന്ന് തോന്നുന്നു അല്ലേ? അതെന്താന്ന് വെച്ചാൽ നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ഇപ്പൊ നമ്മള് ഒരു വീട് വെക്കണം, സ്ഥലം മേടിക്കണം എന്നാണെങ്കിൽ നമ്മൾ കുറെ പദ്ധതികളും പ്ലാനുകളും ചെയ്യും. പക്ഷെ പലപ്പോഴും ഈ ഗർഭാവസ്ഥയ്ക്ക് നമ്മൾ പല പ്ലാൻ ചെയ്യാൻ മിസ് ചെയ്യും അല്ലെ. കുറെ നാൾക്ക് ശേഷം ഗർഭിണി ആയില്ല എന്ന് തോന്നിയാലേ നമ്മൾ ആ ഉറക്കത്തിലേക്ക് പോകത്തുള്ളൂ. അതുകൊണ്ട് തന്നെ പറയുന്നതാണ്, ആയുർവേദത്തില് ഗർഭാവസ്ഥയ്ക്ക് മുന്നാടി തന്നെ നമ്മുടെ ശരീരത്തിൽ ഏതെങ്കിലും രോഗങ്ങൾ ഉണ്ടെങ്കിൽ അത് ചികിത്സിച്ചിട്ട് വേണം ഗർഭാവസ്ഥയ്ക്ക് തയ്യാറെടുക്കാൻ. ഇല്ലെങ്കിൽ ആ രോഗം കൊണ്ട് തന്നെ നമ്മൾ ഗർഭിണിയാവുന്നു, ആ രോഗം കുഞ്ഞിലേക്ക് പാസ് ചെയ്യുന്നു. അതുകൊണ്ട് ആ സമയത്ത് ഒരു ശോധനക്രിയ ചെയ്തിട്ട് ഗർഭാവസ്ഥയ്ക്ക് പോകുന്നത് വളരെ നല്ലതാണ്. നമ്മുടെ നാഗാർജുന ആശുപത്രിയിൽ കാണാറുണ്ട്, ഈ IVF മുമ്പ്, IUIക്ക് മുമ്പ്, ഈവൻ നോർമൽ പ്രഗ്നൻസിക്ക് മുമ്പ് തന്നെ ആയുർവേദ പഞ്ചകർമ്മ ചെയ്യാൻ വരുന്ന എത്രയോ കപ്പിൾസിനെ നമ്മൾ കാണാറുണ്ട്. അതൊരു നല്ല ഒരു മെന്റൽ കോൺഷ്യസ് ഡിസിഷൻ ആണ്. അത് വേറെ ഒരു നമ്മൾ കാണുന്നതെന്ന് വെച്ചാൽ ഗർഭാവസ്ഥയിലുള്ള മാനസികാവസ്ഥ, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഗർഭിണിക്ക് ഒരു ചെറിയ വിഷമമോ, ഇപ്പൊ നമ്മള് പഴയ കാലത്ത് അമ്മമാര് പറയാറുണ്ട്, ഗർഭിണി എന്ത് ചോദിച്ചാലും സാധിപ്പിച്ചു കൊടുക്കണം. അപ്പൊ അതെന്താന്ന് വെച്ചാൽ അതൊരു കുഞ്ഞിന്റെ ഒരു ഡിമാൻഡ് ആയിരിക്കാം, അമ്മയുടെ ഒരു ഡിമാൻഡ് ആയിരിക്കാം. പക്ഷെ അത് നമ്മുടെ ശാരീരിക ഡിമാൻഡും ആയിരിക്കാം. അതനുസരിച്ചിട്ട് ആ കാലാവസ്ഥ അനുസരിച്ചിട്ട് അമ്മയ്ക്ക് അത് സാധിച്ചു കൊടുക്കുന്നത് തന്നെ നല്ലതാണ്. അമ്മയുടെ മാനസിക അവസ്ഥ എന്ന് പറയുന്നത്, ഈവൻ നമ്മുടെ ഒരു റീസെർച്ച് കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അമ്മയുടെ ഒരു മാനസിക അവസ്ഥ കുഞ്ഞിയുടെ IQ വരെ എഫക്റ്റ് ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ ഗർഭിണിയുടെ മാനസികവും ശാരീരിക ആരോഗ്യം അത്യാവശ്യമാണ്, അതുപോലെ തന്നെ പ്രധാനമാണ്. ഇപ്പം ഡോക്ടർ നേരത്തെ പറഞ്ഞു ഗർഭിണിയുടെ ഏത് ആവശ്യവും നമ്മൾ സാധിപ്പിച്ചു കൊടുക്കണം എന്നുള്ളത്. അപ്പൊ അതുപോലെ തന്നെ നമ്മൾ പലപ്പോഴും കാണുന്നതാണ്, നമ്മുടെ ഭക്ഷണത്തോട് പലർക്കും പല പ്രിയങ്ങളായിരിക്കും ഉണ്ടാവുന്നത്. പക്ഷെ അതിൽ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള എന്തെങ്കിലും ഒക്കെ ഉണ്ടോ? ശ്രദ്ധിക്കേണ്ടത് വളരെ തീക്ഷ്ണമായ ആഹാരങ്ങൾ കഴിക്കാതിരിക്കുക. അതിലൊരു എക്സാമ്പിൾ എള്ള്, പപ്പായ, അങ്ങനത്തെ ഇല്ലെങ്കിൽ ഒത്തിരി സ്പൈസി ഉള്ള ആഹാരങ്ങള്, ഒത്തിരി ഫ്രൈഡ് ഐറ്റംസ് നമ്മൾ സാധാരണ അവോയ്ഡ് ചെയ്യാനുള്ള ചില തീക്ഷ്ണ ആഹാരങ്ങൾ, തീക്ഷ്ണ ഔഷധങ്ങൾ അവോയ്ഡ് ചെയ്യണം. അത് ഒത്തിരി ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ ചിലവർ ചോദിക്കുന്നത്, അങ്ങനത്തെ ചോദിച്ചാൽ എന്ത് ചെയ്യും അല്ലെ? അങ്ങനത്തെ ചോദിക്കുമ്പോ നമ്മള് സമാധാനമായിട്ട് പറയാം, ഇത് നമുക്ക് പറ്റത്തില്ല. എന്നാൽ അതുപോലും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാറുണ്ട്. ഗർഭിണി ആ ഒരു സമയത്ത് അങ്ങനത്തെ ഒരു ആഹാരത്തിന് എന്തെങ്കിലും ഡിമാൻഡ് ചെയ്താൽ അവരോട് സമാധാനകരമായിട്ട് പറയാം, ഇത് വേണ്ട പറഞ്ഞിട്ട് വേണം, അവരെ കൺവിൻസ് ചെയ്തിട്ട് വേണം വേണ്ടാൻ വെക്കാൻ എന്നാണ് പറയുന്നത്. ഓക്കെ, മറ്റ് എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു ഗർഭിണിയെ സംബന്ധിച്ചുള്ളത്? ഗർഭിണിയെ സംബന്ധിച്ചിട്ട് കാലകാലത്ത് ആഹാരം കഴിക്കാം, സമയത്ത് ഉറങ്ങണം, സമയത്ത് ഭക്ഷണം കഴിക്കണം. പിന്നെ ജോബിന് പോവുകയാണെങ്കിൽ ഓവർ സ്ട്രെസ് എടുക്കാണ്ട് സെൽഫ് കെയർ ചെയ്യണം. പിന്നെ സ്കാനിങ് ചെയ്യുന്നതാണെങ്കിൽ സ്കാനിങ് ചെയ്യണം. ഔഷധം കഴിക്കുകയാണെങ്കിൽ ഔഷധം കഴിക്കണം. എന്തെങ്കിലും അസുഖം വന്നാൽ സെൽഫ് ട്രീറ്റ്മെന്റ് ഒരിക്കലും ചെയ്യരുത്. അത് ഒരു ഡോക്ടറെ കണ്ടിട്ട് തന്നെ ചികിത്സ എടുക്കണം. പിന്നെ ഒരു വീട്ടിലുള്ള ആൾക്കാർക്ക് ഒരു കോൺഷ്യസ് ഉണ്ടാവണം, ഗർഭിണിയാണ്, അതിനെ എത്ര സപ്പോർട്ട്, ആ ഒരു സപ്പോർട്ട് ഇല്ലാണ്ട് ഗർഭിണിക്ക് മുന്നോട്ട് പോവാൻ ഒത്തിരി ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പൊ ഈ കാലകാലത്ത് ആരോഗ്യം നോക്കിയാൽ ഗർഭിണിയും ശിശുവും
സുഖമായിരിക്കും. അതെ. പിന്നെ നമ്മൾ ഈ പ്രസവം തന്നെ എന്ന് പറയുന്നത് സുഖപ്രസവം, സിസേറിയൻ, അങ്ങനെ രണ്ട് രീതിയിലുള്ളതുണ്ടല്ലോ. അപ്പോൾ നമ്മൾ പലപ്പോഴും കാണുന്നതാണ് ഈ ഒരു സെക്കൻഡ് ആ ഒരു ഇതിലേക്കൊക്കെ എത്തുമ്പോൾ ഒരു 6-ാം മാസം അങ്ങനെയൊക്കെ കഴിയുമ്പോൾ നമ്മൾ കഠിനമായ ജോലികളൊക്കെ ചെയ്താൽ ഒരുപക്ഷെ സുഖപ്രസവത്തിലേക്ക് നയിക്കാനുള്ള സാധ്യതയുണ്ട് എന്നൊക്കെ നമ്മൾ ചിലതിൽ കണ്ടിട്ടും കേട്ടിട്ടും ഒക്കെ ഉണ്ട്. അതിനെ കുറിച്ച് എന്താണ്? അതൊരു 50% യെസ് ഓർ നോ എന്ന് പറയാം. അത് ഗർഭിണിയുടെ ആരോഗ്യം അനുസരിച്ചിട്ട് തന്നെ വേണം ചെയ്യാൻ. പണ്ട് കാലത്ത് ചെയ്തിരുന്നു, ഇക്കാലത്ത് ഞാൻ ചെയ്യാൻ പോവാന്ന് പറഞ്ഞ് ചിലപ്പം അതൊരു വൾനറബിൾ പ്രഗ്നൻസി ആണെങ്കിൽ, സെൻസിറ്റീവ് പ്രഗ്നൻസി ആണെങ്കിൽ ആ ഒരു കഠിനാധ്വാനം മതി ആ ഒരു ഗർഭാവസ്ഥ ഇത് ചെയ്യാൻ. അതുകൊണ്ട് ആ ആരോഗ്യം നോക്കിയിട്ട് തന്നെ കഠിനാധ്വാനവും അധ്വാനവും ചെയ്യുന്നതിനെ കുറിച്ച് തീരുമാനിക്കാം. അപ്പൊ ഗർഭിണി സുരക്ഷ എന്ന് പറയുന്നത് തികച്ചും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അമ്മയുടെയും കുഞ്ഞിന്റെയും ആരോഗ്യം എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും വലിയൊരു സ്വത്ത് തന്നെയാണ്. തീർച്ചയായും അത് നല്ല രീതിയിൽ തന്നെ 9 മാസക്കാലം എന്ന് പറയുന്നത് ഒരു കുഞ്ഞിനെ നോക്കുന്നത് പോലെ തന്നെ അമ്മയെ നോക്കേണ്ട ഒന്ന് തന്നെയാണ്. അതിന് ശരിയായ ചികിത്സാവിധി തന്നെ തേടേണ്ടതുമാണ്. അപ്പോൾ കൂടുതൽ സംശയ നിവാരണത്തിനായി നാഗാർജുന ആയുർവേദിക് സെന്ററിലേക്ക് നേരിട്ട് വിളിക്കാവുന്നതാണ്. അപ്പം ഡോക്ടർ രേഖയുടെ നമ്പറും ഞങ്ങൾ താഴെ കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത ആഴ്ച മറ്റൊരു വിഷയവുമായി വരുന്നതായിരിക്കും. ഇതുവരേക്കും നമസ്കാരം. നമസ്തേ.